മിസൈലുകളെല്ലാം ലോഞ്ച് പാഡിൽ പൂർണ്ണമായി സജ്ജമാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനും യുഎസിനും നേരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത യുദ്ധഭീഷണിയുമായി ഇറാൻ മിലിറ്ററി രംഗത്തെത്തുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും കനലെരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭീതിയിലേക്ക് മിഡിൽ ഈസ്റ്റ് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. തൊട്ടാൽ കളി മാറും, മുമ്പത്തേക്കാൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള അതിശക്തമായ മുന്നറിയിപ്പാണ് ഇറാന്റെ സായുധ സേനയുടെ മുതിർന്ന വക്താവ് ബ്രിഗേഡിയർ ജനറൽ അബ്ദുൽ ഫസൽ ഷഖാർച്ചി ശത്രുക്കൾക്ക് നേരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു മഹായുദ്ധത്തിൻ്റെ ഭീതി മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇറാന്റെ സൈനിക താവളങ്ങൾക്കോ അതുപോലെ താല്പര്യങ്ങൾക്കോ നേരെ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ മുമ്പ് നടത്തിയതിനേക്കാൾ മാരകമായിട്ടുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള തിരിച്ചടിക്കുമെന്ന് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരൊറ്റ മുന്നറിയിപ്പിൽ ശരിക്കും പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. ഇപ്പോൾ കാരണം അവരവിടെ ഇത്രയും നാൾ പറഞ്ഞിരുന്ന ആ സംഭവങ്ങളെല്ലാം അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, മറിച്ച് അവിടെ ഇറാന്റെ അധിനിവേശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇറാൻ കൈകടത്തി കഴിഞ്ഞിരിക്കുന്നുള്ള അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇവർക്ക് മേലെ ഉണ്ടാകുന്ന മേഖല മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നീങ്ങുകയാണെങ്കിൽ ഇറാന്റെ പ്രതികരണം വെറുമൊരു പ്രാദേശിക അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് നീളുമെന്നും ലോകത്തിന്റെ ഏത് കോണിലും തങ്ങളുടെ പ്രകടനശേഷി എത്തുമെന്നുമാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ആണ് ലോകത്തെ ഞെട്ടിച്ച ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ലാക് ദ്വീപിന് തെക്ക് ഭാഗത്തായിട്ട് ഇറാന്റെ കപ്പലുകൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടുള്ള അതിശക്തമായ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കടുത്ത പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വ്യോമാക്രമണത്തിൽ നിരവധി ഇറാൻ പൗരന്മാർക്കും സൈനികരും കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾക്ക് ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ കൈവച്ചാൽ വെറുതെ ഇരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ പറയുന്നത് മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഞങ്ങൾ നിങ്ങളെ ഒരു ഭാഗത്തുനിന്നും ആക്രമിച്ചു തുടങ്ങിയാൽ ഭൂമുഖത്തു നിന്ന് തന്നെ തീർക്കുമെന്നുള്ള കടുത്ത വെല്ലുവിളിയാണ് നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വിശുദ്ധ ഹജ്ജ് കർമ്മത്തോടും അതുപോലെ ബലിപെരുന്നാളിനോടും അനുബന്ധിച്ച് പുറപ്പെടുവിച്ച ഔദ്യോഗിക സന്ദേശത്തിൽ ഇസ്രായേലിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയും രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം തീർച്ചയായിട്ടും വേരോടെ പിഴുതെറിയപ്പെടേണ്ടതാണെന്നും അത് ചരിത്ര നിയോഗമായി സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ കടുത്ത പ്രതികരണം. അതുകൊണ്ട് തന്നെ യുദ്ധം അതിൻ്റെ അങ്ങേയറ്റത്തെ വിനാശകരമായ തലത്തിലേക്ക് എത്തിയെന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനും. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള തസ്ലീമാണ് മുജ്തബ ഖമേനിയുടെ ഈ ഒരു പ്രസ്താവന ആഗോള മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 28 ഇറാനിലെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ഒരു എപ്പിക് ഫ്യൂരി എന്ന് പറയുന്ന മാരക വ്യോമാക്രമണത്തോടെയാണ് നിലവിലെ എല്ലാ സംഘർഷങ്ങൾക്കും തുടക്കമായിരിക്കുന്നത്. തുടർന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ ഒരു കടുത്ത യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥയിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് മേഖലയെ വീണ്ടും ഒരു യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് പുതിയ ആക്രമണങ്ങളും ഇറാന്റെ വക്താവിന്റെ ഭീഷണിയും ഉണ്ടായിരിക്കുന്നത്. ഇതും യുദ്ധത്തെ കൂടുതൽ ദൂരേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിൽ ലോകരാജ്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന എല്ലാത്തരം അധിനിവേശ നീക്കങ്ങൾക്കും കൃത്യമായിട്ടുള്ള അമേരിക്കൻ പിന്തുണ ഉള്ളതിനാൽ ഇരു രാജ്യങ്ങളും ഇറാന്റെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളായിരിക്കുമെന്നാണ് വക്താവ് പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ ഒരു വലിയ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിമാറുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു കടുത്ത മുന്നറിയിപ്പുള്ളത്. ഇത് വെറുമൊരു ഭീഷണിയല്ല, കൃത്യമായുള്ള യുദ്ധസന്നദ്ധതയോടെയും എല്ലാത്തരം തയ്യാറെടുപ്പുകളെയുമാണ് ഈ ഒരു വാക്കുകൾ ലോകത്തിന് മുന്നിൽ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. മുമ്പ് നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ വെറും തുടക്കം മാത്രമായിരുന്നു എന്നാണ് വക്താവ് നൽകുന്ന സൂചനയും. ഈ ഒരു നീക്കം ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും അടുക്കാൻ കഴിയാത്ത അത്രയും വലിയ മിസൈൽ വർഷമായിരിക്കും ഇറാൻ മണ്ണിൽ നിന്നും ഉണ്ടാവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ ഏത് തന്ത്രപ്രധാനമായ ലക്ഷ്യസ്ഥാനവും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള ഖത്താഫ്, ഖൈബർ ഷഖാൻ തുടങ്ങിയ അത്യാധുനിക ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ പക്കൽ വലിയ ശേഖരമായി തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവ മിനിറ്റുകൾക്കകം ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ശേഷിയുള്ള അതിവേഗ മിസൈലുകളാണ്. ഇത് പൂർണ്ണമായും എടുത്തുപയോഗിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മിസൈലുകൾക്ക് പുറമെ ഒരേ സമയം നൂറുകണക്കിന് ആത്മഹത്യാ ഡ്രോണുകൾ ശത്രുപാളയത്തിലേക്ക് അയക്കാനും ഇറാന് സാധിക്കുകയും ചെയ്യും. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ തുടങ്ങിയ തങ്ങളുടെ ശക്തരായ സഖ്യകക്ഷികൾ വഴി ഒരേ സമയം പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിനെ വളഞ്ഞു പിടിച്ച് അക്രമം അഴിച്ചുവിടാനാണ് ഇറാന്റെ കൃത്യമായ തന്ത്രം. ഇസ്രായേലിനെ മാത്രമല്ല, അവർക്ക് എല്ലാവിധ സാമ്പത്തിക സൈനിക സഹായങ്ങളും നൽകുന്ന വൻ ശക്തിയായ അമേരിക്കയെയും ഇറാൻ കൃത്യമായി ലക്ഷ്യമിടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ US സൈനിക താവളങ്ങളും യുദ്ധക്കപ്പലുകളും തങ്ങളുടെ മിസൈൽ പരിധിയിലാണെന്നാണ് ഇറാൻ വീണ്ടും
അമേരിക്കയെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇറാന്റെ ഭീഷണി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്നതിലുപരി ആ യുദ്ധം എത്രത്തോളം മാരകമായി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാൻ ഒരുങ്ങുന്നു എന്നതിനുള്ള കൃത്യമായ സൂചന കൂടിയാണ് ഇറാന്റെ ഈ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. ഇതേ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇസ്രായേൽ പ്രതിരോധ സേനയും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണുള്ളത്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തങ്ങൾ സന്നദ്ധമാണെന്ന് US പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. എങ്കിലും അവർക്കുള്ളിലെ ഭയം ചെറുതൊന്നുമല്ല. ഇറാന്റെ ഈ ഒരു പുതിയ മുന്നറിയിപ്പ് മിഡിൽ ഈസ്റ്റിനെ മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്നുള്ളതാണ് ആഗോള സമൂഹം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. US ഇസ്രായേൽ സഖ്യം കാരണം ഇറാന്റെ എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതയിലുള്ള ഹോർമുസ് കടലിടുക്കിലൂടെ മറ്റ് രാജ്യങ്ങളുടെ എണ്ണ കപ്പലുകൾ കടന്നു പോകുന്നത് പൂർണ്ണമായിട്ടും തടയുമെന്നും ഇറാൻ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അതായത് ഇറാന് റഷ്യയിൽ നിന്നും അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും സാങ്കേതിക സഹായങ്ങളും വലിയ തോതിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് US ഇന്റലിജൻസിന്റെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരം അത്യാധുനിക പ്രതിരോധ സഹായങ്ങൾ റഷ്യയിൽ നിന്നും ഇറാൻ ലഭിക്കുന്നു എന്നുള്ള കാര്യം US ഇന്റലിജൻസ് ആണ് കണ്ടെത്തി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അമേരിക്കയും ഇസ്രായേലിനെയും ഒരേപോലെ തന്നെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നുമുണ്ട്. വ്യോമാക്രമണ ഭീഷണികൾക്ക് പുറമെ US-ന്റെയും ഇസ്രായേലിന്റെയും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇറാന്റെ സൈബർ വലിയ രീതിയിലുള്ള ഡിജിറ്റൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായിട്ട് അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങളുടെ ആകാശ അതിർത്തി ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയോ ഇസ്രായേലോ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ കടുത്ത നിലപാടും സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു യുദ്ധം വൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്നാണ് ഗൾഫ് മേഖലകളുടെ പ്രധാന ആശങ്ക. അന്താരാഷ്ട്ര സമ്പർക്കം ശക്തമായി കഴിഞ്ഞാൽ തങ്ങളുടെ ആണവ നയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വരുത്തുമെന്നും കൂടുതൽ കടുത്ത ആണവ പ്രതിരോധ നടപടികളിലേക്ക് കടക്കുമെന്നും ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സൂചന നൽകിയിട്ടുമുണ്ട്. ഇറാന്റെ സായുധ സേനയുടെ മുതിർന്ന വക്താവ് ബ്രിഗേഡിയർ ജനറൽ അബ്ദുൽ ഫസൽ ഷക്കാർച്ചിയാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു പുതിയ യുദ്ധ മുന്നറിയിപ്പ് തന്നെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ യുദ്ധ മുന്നറിയിപ്പിന് ശേഷമാണ് റഷ്യയിൽ നിന്ന് ഇറാന് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നു എന്നുള്ള വാർത്തകൾ US ഇന്റലിജൻസ് തന്നെ പുറത്തുവിടുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ കടുത്ത അശാന്തിയാണ് പശ്ചിമയിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത് വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ വരുന്ന ശത്രുക്കളെ പൂർണ്ണമായി തകർക്കാൻ പുതിയ തന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും ലക്ഷ്യസ്ഥാനത്തുള്ള ഒരു വലിയ ഡാറ്റാ ബാങ്കും ഇറാൻ സൈന്യം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒമാൻ തീരത്ത് എണ്ണക്കപ്പൽ നേരെ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തിന് പിന്നിലെ തെക്കൻ ഇറാനിലെ മിസൈൽ താവളങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം നേരിട്ട് സ്വയം പ്രതിരോധ ആക്രമണങ്ങൾ നടത്തിയതായാണ് ഇറാന്റെ പെട്ടെന്നുള്ള ഈ ഒരു കടുത്ത പ്രകോപനത്തിന് കാരണമായി തീർന്നിരിക്കുന്നത്. തങ്ങളുടെ മണ്ണിൽ അമേരിക്ക നടത്തിയ ഈ ഒരു വ്യോമാക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഇതിന് കടുത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ പ്രത്യാക്രമണം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നല്ല എന്നും അത് ലോകത്തിന്റെ മറ്റതിർത്തികളിലേക്ക് വ്യാപിക്കുമെന്നാണ് ഷാർച്ചി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തങ്ങളുടെ എണ്ണ കയറ്റുമതി തടയാനാണ് US ഇസ്രായേൽ സഖ്യം ശ്രമിക്കുന്നതെന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതയായ ഹോർമുസ് കടലിലേക്ക് പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടുമെന്നും ഇറാൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇറാൻ റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന രഹസ്യമായ സൈനിക സഹായങ്ങളാണ്. അതായത് റഷ്യയുടെ ഏറ്റവും പുതിയ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും സാങ്കേതിക വിദ്യയും ഇറാൻ ലഭിക്കുന്നതായിട്ട് US ഇന്റലിജൻസ് റിപ്പോർട്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഏത് കോണിലും മിനിറ്റുകൾക്കകം പതിക്കാൻ ശേഷിയുള്ള ഖത്താഫ് ഹൈപ്പർസോണിക് മിസൈലുകളും 100 കണക്കിന് ആത്മഹത്യാ ഡ്രോണുകളും ഇറാന്റെ പക്കൽ ഉണ്ട് എന്നും അത് ഏത് നിമിഷവും ഇറാൻ തൊടുത്തുവിടുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ ഈ ഒരു കടുത്ത ഭീഷണിയെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇസ്രായേൽ പ്രതിരോധ സേനയും അതീവ ജാഗ്രതയിലാണ്. അന്താരാഷ്ട്ര സമ്പർക്കം കൂടിയാൽ തങ്ങളുടെ ആണവ നയത്തിൽ മാറ്റം വരുത്തി കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന സൂചനയും ഇറാൻ നയതന്ത്ര ചെന്നലെ നൽകുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പശ്ചിമേഷ്യ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് യുദ്ധം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും അവർ കേൾക്കാൻ പോകുന്ന വലിയ പ്രഹരമായിരിക്കും ഇനി മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ തീർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല മുജ്തബ ഖമീനി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ വേരോടെ പിഴുതെടുത്തെറിയുമെന്ന് കൂടിയാണ്. മാത്രമല്ല യുദ്ധം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക കൂടിയാണ്. പശ്ചിമേഷ്യയിൽ സമാനതകളില്ലാത്ത അവസ്ഥ കൂടിയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പൂർണ്ണമായിട്ടും അടച്ചു കഴിയുകയാണെങ്കിൽ ലോകം മൊത്തത്തിൽ ഇരുട്ടിലാകും. ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് പോലെ തന്നെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് ഇറാൻ തങ്ങളുടെ മാരകായുധങ്ങൾ പുറത്തെടുക്കുകയാണെങ്കിൽ അവശേഷിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ് ആഗോള പ്രതിരോധ വിദഗ്ധർ തന്നെ ഉയർത്തുന്നത്. കാരണം ഇസ്രായേലും അമേരിക്കയും നിലവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് രൂപപ്പെടുന്നത്. അമേരിക്കയുടെ സുരക്ഷ പോലും ഇപ്പോൾ ഇറാന്റെ കൈകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ എന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പുതിയ നീക്കം നടത്തുമോ എന്നുള്ളതാണ് ഇനി ആഗോള സമൂഹം ഉറ്റുനോക്കി കാണേണ്ടതും. പക്ഷേ ഇതേ രീതിയിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ, അതായത് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ പശ്ചിമേഷ്യയ്ക്ക് എന്നും ഒരു സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്തായിരുന്നാലും
ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി ഈ പറയുന്ന മുജ്തബ കമറിയുടെ വാക്കുകൾ പോലെ ഇസ്രായേലിനെ വേരോടെ പിഴുതെറിയുകയാണെങ്കിൽ യുദ്ധം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും പിന്നീട് അവിടെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ക്ഷാമവും അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചയുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ സാമ്പത്തിക തകർച്ച ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വിപണിയിൽ പ്രകടമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിലുപരി ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ട് അടച്ചിടുന്നതും ഈ വലിയ മിസൈൽ വർഷം നടത്തുന്നതും കൂടിയായിരിക്കും. എന്തായാലും ഇസ്രായേലിനെ അങ്ങനെ ഒരു രീതിയിൽ ഇറാൻ നോക്കിക്കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആക്രമണം തൊടുത്തുവിടാൻ ഒതുങ്ങിക്കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുങ്ങിക്കഴിയുകയാണെങ്കിൽ വീണ്ടും വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് അമേരിക്കയ്ക്ക് ഒരിക്കലും താങ്ങാൻ കഴിയുന്നത് കൂടി ആയിരിക്കില്ല. അതിനപ്പുറമായിരിക്കും ഇറാൻ്റെ യഥാർത്ഥ പ്രകടനശേഷി എന്നാണ് അവർ പറയുന്നത്. അത്രയുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരത. എന്തായാലും മാരകായുധങ്ങൾ ഇനി എടുത്തേക്കുമെന്നാണ് ഇറാൻ പരസ്യമായി പറയുമ്പോൾ അമേരിക്കയിലും അതുപോലെ ഇസ്രായേലിനും യാതൊരു തരത്തിലുള്ള രക്ഷയുമില്ല എന്ന് വേണം കണക്കാക്കാനും. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടില്ല എങ്കിൽ കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഒരു വശത്ത് ഇറാൻ്റെ സൈനിക സന്നാഹങ്ങളും അവരുടെ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യകളും ഇസ്രായേലിൻ്റെ പ്രതിരോധ കോട്ടകളെ പോലും ഭേദിക്കാൻ തക്ക ശേഷിയുള്ളതാണെന്ന് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക തങ്ങളുടെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ താവളങ്ങൾക്കും അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക വക്താക്കളുടെ വാക്കുകളിലുള്ളത് വെറും ഒരു വാക്കുകളുടെ മാറ്റം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഒരു ഭീഷണിയോ മാത്രമല്ല, മറിച്ച് കൃത്യമായി തയ്യാറാക്കിയ യുദ്ധ പദ്ധതികളാണെന്ന് കൂടി വ്യക്തമാണ്. ശത്രുക്കൾക്ക് ഒരു തരത്തിലും പ്രത്യാക്രമണം നടത്താൻ സമയം നൽകാത്ത വിധം മിനിറ്റുകൾക്കുള്ളിൽ വിനാശകരമായ ആഘാതം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇറാന്റെ പുതിയ യുദ്ധതന്ത്രം വ്യക്തമാക്കുന്നത്. ലോകത്തെ മുഴുവൻ വൻ ശക്തികളെയും സാമ്പത്തിക വ്യവസ്ഥകളെയും ഒരുപോലെ നിശ്ചലമാക്കാൻ പോകുന്ന ഈ ഒരു യുദ്ധഭീതി മിഡിൽ ഈസ്റ്റിനെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ കൃത്യമായി അറിയാൻ സാധിക്കുകയും ചെയ്യും. ശത്രുക്കളെ ഇല്ലാതാക്കാൻ തങ്ങളുടെ അവസാനത്തെ ആയുധം പുറത്തെടുക്കാൻ ഇറാൻ മടിക്കില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ ഇനിയൊരു സമാധാന ചർച്ചയ്ക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുക കൂടിയാണ്.